ഹായ് ഫ്രണ്ട്സ്, ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് നമ്മുടെ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുകയാണ്. തൊട്ടാൽ ഇനി വ്യൂ കൂടും, അതാണ് അപ്ഡേറ്റ്. അതായത് നമ്മുടെ ഷോർട്സിൽ മുൻപ് ഒരു അപ്ഡേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഷോർട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വ്യൂ ആയിട്ട് കണക്കാക്കും. പക്ഷെ എന്നാൽ ഇന്ന് സംഗതി മാറിയിരിക്കുകയാണ്. നമ്മുടെ ലോങ് വീഡിയോസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതൊരൊറ്റ വ്യൂ ആയിട്ട് കണക്കാക്കും. ആദ്യം അങ്ങനെ ആയിരുന്നില്ല. ആദ്യം നമ്മുടെ ലോങ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് നമ്മൾ ആ ക്ലിക്ക് ചെയ്ത ആൾ കാണണം. ആ 30 സെക്കൻഡ് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് അതൊരു വ്യൂ ആയിട്ട് യൂട്യൂബ് ലോങ് വീഡിയോസിൽ കണ്ടിരുന്നത്. പക്ഷെ എന്നാൽ ഇന്ന് ആ കഥയൊക്കെ മാറിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 24-ാം തീയതി മുതലാണ് ഈ ഒരു റൂള് നടപ്പിലാക്കുന്നത്. ഒരു അപ്ഡേഷൻ വരാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരൊറ്റ വ്യൂ ആയിട്ട് കണക്കാക്കും. മുൻപ് 30 സെക്കൻഡ് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് അതൊരു വ്യൂ ആയിട്ട് കണക്കാക്കിയിരുന്നത്. നമ്മുടെ റീൽസിലും FB റീൽസിലും ഇൻസ്റ്റയിലും എല്ലാത്തിലും ഉള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ യൂട്യൂബിലും വന്നത്. ഇൻസ്റ്റഗ്രാമിലെല്ലാം നമ്മൾ റീൽസ് ചെയ്യുമ്പോൾ ഒറ്റ ക്ലിക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അതൊരു വ്യൂ ആയിട്ട് കണക്കാക്കും. അതിൽ ഇത്ര സെക്കൻഡ് എന്നുള്ള പരിധിയൊന്നുമില്ല. പക്ഷേ ആ ഒരു അപ്ഡേറ്റ് തന്നെയാണ് നമ്മുടെ യൂട്യൂബിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലോങ് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു 1000 വ്യൂസ് നമ്മുടെ നോർമലി ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒറ്റ സെക്കൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യൂ ആയിട്ട് കൂടും. അപ്പോൾ പെട്ടെന്ന് പുറമേ ഉള്ള ആളുകൾക്ക് നമ്മുടെ വീഡിയോസ് നല്ലൊരു വ്യൂസ് കിട്ടിയൊരു വീഡിയോസായിട്ട് കാണും. അപ്പോൾ ഹൈലി വ്യൂ കിട്ടിയൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എന്തിരിക്കും, നമ്മൾ സ്വാഭാവികമായിട്ട് ക്ലിക്ക് ചെയ്യും. അപ്പോൾ അതിലൊരു 10 പേര് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പേരെങ്കിലും നമ്മുടെ വീഡിയോസ് മുഴുവനായിട്ട് കാണും. അത് തന്നെയാണ് യൂട്യൂബിൻ്റെ ഏറ്റവും വലിയ ഇവിടെ ഒരു ആവശ്യം വന്നിരിക്കുന്നത്. കാരണം അവരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസും ഒരുപാട് എൻഗേജ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം യൂട്യൂബിനും ഗുണമാണ്, നമുക്കും ഗുണമാണ്. നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് വ്യൂ ചെയ്ത് കാണുന്ന സമയത്ത് ഇനിയും ഹൈലി റെക്കമെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോസിന് സാധിക്കും. നമ്മുടെ വീഡിയോസ് വൈറലാവാനും എല്ലാത്തിനും സാധിക്കും. അതായത് ഒറ്റ ക്ലിക്കിൽ തന്നെ ഒറ്റ വ്യൂ ആയിട്ട് കണക്കാക്കുന്നതിന് നമ്മൾ ടോട്ടൽ വ്യൂസ് എന്ന് പറയും. അതല്ല മുൻപത്തെ പോലെ 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിന് എൻഗേജ്ഡ് വ്യൂസ് എന്നാണ് പറയുക. പക്ഷെ എന്നാൽ ഇതിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. ഈ ടോട്ടൽ വ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ മോണിറ്റൈസേഷന് ഓക്കെ അല്ല. കാരണം അത് നമുക്ക് പുറമോടി വേണ്ടി മാത്രമാണ്. പുറമോടിയാണത്. കാരണം പുറമേ ഉള്ള ആളുകൾക്ക് കാണാൻ വേണ്ടി മാത്രം. അത് നമുക്ക് ഇത്ര നമ്മുടെ ലോങ് വീഡിയോസിന് ഇത്ര വ്യൂസ് ഉണ്ട്, അതായത് നല്ല വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആണ് അത് എന്ന് ആളുകൾക്ക് നമുക്ക് കാണാനും, അതായത് എണ്ണത്തിൽ കാണാനും, പുറമേ ഉള്ളവർക്ക് കണ്ട് ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാനുള്ള സാധ്യത കൂട്ടുക എന്നുള്ളതാണ് ഈ ഒരു ടോട്ടൽ വ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്നാൽ പഴയ പോലെ തന്നെയാണ് മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊന്നും യാതൊരുവിധ മാറ്റവും ഇല്ല. ആരെങ്കിലും ആ വീഡിയോ കണ്ട് 30 സെക്കൻഡിന് ശേഷം മാത്രമുള്ളതിന് അതിന് എൻഗേജിങ് വ്യൂസ് എന്ന് കാണിക്കുള്ളൂ. എൻഗേജ്ഡ് വ്യൂസ് എന്നുള്ള രീതിയിൽ കണക്കാക്കുള്ളൂ. അതാണ് മോണിറ്റൈസേഷന് ഓക്കെ ആവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ല, സാധാരണ പോലെ തന്നെ വീഡിയോസുകൾ ഇട്ട് പോവുക. നമ്മുടെ ലക്ഷ്യം ടോട്ടൽ വ്യൂസ് അല്ല, എൻഗേജ്ഡ് വ്യൂസ് ആണ്. ടോട്ടൽ വ്യൂസ് ഓട്ടോമാറ്റിക്കലി വന്നോളും. നമ്മൾ അതിനെ ആലോചിച്ചിട്ട് പറയിടാവേണ്ട ആവശ്യമില്ല. എൻഗേജ്ഡ് വ്യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. കാരണം മോണിറ്റൈസേഷന് അതാണ് ഏറ്റവും നല്ലത്. കാരണം അതാണ് കണക്കാക്കുകയുള്ളൂ. നല്ലതെന്നല്ല, അതാണ് കണക്കാക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ 1 സെക്കൻഡ് കണ്ടാൽ പോലും അതൊറ്റ വ്യൂ ആയിട്ട് കണക്കാക്കും. അതാണ് ടോട്ടൽ വ്യൂസ്. എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം 30 സെക്കൻഡ് കണ്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു വ്യൂ ആയിട്ട് കണക്കാക്കുള്ളൂ. അതാണ് എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വ്യൂസും എൻഗേജ് വ്യൂസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലായില്ലേ? അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് യൂട്യൂബ് തന്നതെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ വീഡിയോസ് പെട്ടെന്ന് ഹൈലി റെക്കമെൻഡ് ചെയ്യാനായിട്ടും, അതായത് യൂട്യൂബിനും ഗുണം തന്നെയാണ്. കാരണം നമ്മുടെ വ്യൂസ് ഒരു 600 വ്യൂസിൽ നിൽക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ പുറമെ ആളുകൾ കാണുമ്പോൾ 600 വ്യൂസ് തന്നെയായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അതിൽ ഒറ്റ ക്ലിക്കിൽ 1 സെക്കൻഡ് കണ്ട ഒരു ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ അത് വ്യൂ ആയിട്ട് കണക്കാക്കില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് 600 വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 1200 ആയിരിക്കും, ചിലപ്പോൾ 1500 വ്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഇനി പെട്ടെന്ന് ഗ്രോ ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുക. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID യൂട്യൂബിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് മെസ്സേജ് ചോദിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.